നാശനഷ്ടം വരുത്തിയ ശേഷമാണ് ആന മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. നിമിഷപ്രിയ കേസിൽ ചർച്ചകൾ അനുകൂലമെന്ന സൂചന നൽകി ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ച യമൻ സമയത്തിനനുസരിച്ച് അല്പസമയത്തിനകം പുനരാരംഭിക്കും. കുടുംബത്തെ അനുനയിപ്പിക്കുന്നതോടൊപ്പം അറ്റോർണി ജനറലുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശ്രമം നടത്തും. രാജേഷ് ശ്രീനിവാസനുണ്ട് വിവരങ്ങളുമായി. രാജേഷ്, ചർച്ച വീണ്ടും പുനരാരംഭിക്കുകയാണ്. ശുഭപ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും, അല്ലേ? കാളിദാസൻ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ചർച്ചകൾ എല്ലാ വിധത്തിലും ഒരു അനുകൂലമായി നീങ്ങുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. ഈ യമൻ സമയം 10 മണിക്ക് ഈ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ച പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിലിൻ്റെ അംഗവുമായ വ്യക്തി ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ ഈ തലാലിൻ്റെ നാടായ ദമാറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള കാര്യം. ഈ യമൻ പൗരൻ്റെ കുടുംബവുമായി ഇതിനോടൊപ്പം 3 ചർച്ചകൾ നടത്തി. ഇത് പ്രധാനപ്പെട്ടതായി ഈ കുടുംബങ്ങളെല്ലാം ഈ ഒരേ അഭിപ്രായം, അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് ഐക്യമില്ലാത്തതാണ് ഇതുപോലത്തെ ഒരു മോചനത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി സൃഷ്ടിച്ചുള്ളത്. ഈ കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ കുടുംബവുമായി നടക്കുന്ന ചർച്ച നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഈ ക്രിമിനൽ കോടതിയിൽ ഇപ്പോൾ ഹർജിയും നൽകിയിട്ടുണ്ട്. ഈ ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകുന്നതിന് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൽ അഭിപ്രായം ഐക്യം ഇല്ലാത്തതാണ് ഈ മോചനത്തിന് വലിയൊരു ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതേസമയം തന്നെ കേരള ഗവർണറും ഈ വിഷയത്തിൽ ഇടപെട്ട് വിദേശകാര്യ മന്ത്രാലയവുമായി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രമുഖ വ്യവസായി MA യൂസഫ് അലിയും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ചർച്ചകളെല്ലാം ഈ മോചനത്തിന് അനുകൂലമായി നീങ്ങുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ ഇന്ന് നടക്കുന്ന നിർണായക ചർച്ചയിൽ, അല്ലെങ്കിൽ നിർണായക അടിയന്തര ചർച്ചയിൽ ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ സഹോദരനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത. ഇത് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഈ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഈ മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അടിയന്തര ചർച്ച, അല്ലെങ്കിൽ തീവ്ര ശ്രമം തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗവർണറും അതുപോലെ തന്നെ പ്രമുഖ വ്യവസായി MA യൂസഫ് അലിയും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് തന്നെയാണ് ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു പ്രതീക്ഷയും നൽകുന്നത്. കാളിദാസ്, അതുതന്നെയാണ്. നിരവധി വ്യവസായികൾ അടക്കം ഇടപെട്ടിരിക്കുന്നു ഈ ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ തന്നെ നേരത്തെ തന്നെ ഇതേപോലൊരു വ്യവസായി ജേക്കബ് ചെറുവള്ളിയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യൂസഫ് അലിയുടെ ശ്രമങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ്. നാളെ എന്തായാലും വധശിക്ഷ നടപ്പാക്കില്ല എന്നുള്ള സൂചനകളൊക്കെ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ യമൻ സമയമനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ പുനരാരംഭിക്കും ചർച്ചകൾ എന്നുള്ളതും കൂടെയുണ്ട്. കുടുംബത്തെ അനുനയിപ്പിക്കുന്നതോടൊപ്പം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ചയ്ക്കുമുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതാണ്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു.